Good morning, dear children. Today we are going to discuss our next topic, Cold War. Cold War means Shida Samaram. The USA and the USSR that formed anti-fascist alliance during the Second World War parted from each other after the war. The USA and the USSR, അമേരിക്കയും സോവിയറ്റ് യൂണിയനും, that formed anti-fascist alliance during the Second World War. Second World War പീരീഡിൽ ആന്റി-ഫാസിസ്റ്റ് അലയൻസ് രൂപീകരിച്ച USA-യും USSR-ഉം parted from each other after the war. Second World War-ന് ശേഷം അവർ വീണ്ടും ഭിന്നിച്ചു. The USA floated a new alliance of capitalist countries while the USSR led socialist nations. The USA floated a new alliance of capitalist countries. USA capitalist countries-ന്റെ ഒരു പുതിയ അലയൻസ് ഫോം ചെയ്ത് അവർക്ക് നേതൃത്വം നൽകിയപ്പോൾ the USSR led socialist nations, സോഷ്യലിസം ഫോളോ ചെയ്ത രാജ്യങ്ങൾക്ക് USSR നേതൃത്വം നൽകുകയും ചെയ്തു. These two blocks, capitalist bloc and socialist bloc, that represented contradictory ideas, continued their political and diplomatic wars. These two blocks, ഏതൊക്കെ ബ്ലോക്സ്? അമേരിക്കയുടെ ലീഡർഷിപ്പിലുള്ള ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും USSRന്റെ ലീഡർഷിപ്പിലുള്ള സോഷ്യലിസ്റ്റ് ബ്ലോക്കും that represented contradictory ideas, വിഭിന്നങ്ങളായ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്ത ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കായ അമേരിക്കയും സോഷ്യലിസ്റ്റ് ബ്ലോക്കായ USSR-ഉം continued their political and diplomatic wars, അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. This enmity based on ideological conflict and diplomatic confrontations was called the Cold War. This enmity, ഈ ശത്രുത, based on ideological conflict, ആശയപരമായ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഈ ശത്രുത, ആശയപരമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? ആൻഡ് ഡിപ്ലോമാറ്റിക് കൺഫ്രണ്ടേഷൻസ്, ഇവിടെ പരസ്പര ശത്രുത പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് കോൾഡ് വാർ എന്നറിയപ്പെട്ടത്. This enmity based on ideological conflict and diplomatic confrontations was called the Cold War. അവിടെ ആയുധമെടുത്തുള്ള യുദ്ധമല്ല, ഐഡിയോളജീസ്, പൊളിറ്റിക്കൽ ഐഡിയോളജീസിന്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധമാണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. അടുത്ത, മിലിറ്ററി പാക്സ് ഡ്യൂറിംഗ് കോൾഡ് വാർ. കോൾഡ് വാർ പീരീഡിൽ രൂപം കൊണ്ട മിലിറ്ററി പാക്സ്, സൈനിക സഖ്യങ്ങൾ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഓർ നാറ്റോ, അമേരിക്ക ആൻഡ് അലൈസ്, അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് രൂപം നൽകിയ മിലിറ്ററി പാക്റ്റ് ആണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ ഓർ സീറ്റോ, അമേരിക്ക ആൻഡ് അലൈസ്. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ഓർ സെന്റോ, അമേരിക്ക ആൻഡ് അലൈസ്. ഇത് മൂന്നെണ്ണം ആദ്യം നമ്മൾ കാണുന്ന നാറ്റോ, സീറ്റോ, സെന്റോ, ഇത് മൂന്നും അമേരിക്കയും അതിന്റെ അലൈസും ചേർന്ന് രൂപം കൊടുത്തതാണ്. എന്നാൽ വാർസ പാക്ട്, സോവിയറ്റ് യൂണിയൻ ആൻഡ് അലൈസ്, സോവിയറ്റ് യൂണിയനും അതിന്റെ സഖ്യകക്ഷികളും ചേർന്ന് രൂപം നൽകിയതാണ് വാർസ പാക്ട് ഓർ വാർസ ഉടമ്പടി. അത് ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്കിന് ഇതിനു മുൻപ് കയറി ചോദിച്ചിട്ടുള്ളതാണ്. It was the conflicting ideologies that led to Cold War. Evaluate. കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ആണ് കോൾഡ് വാറിലേക്ക് നയിച്ചത്. ഈ സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഇതിന്റെ ആൻസർ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നോൺ അലൈൻഡ് മൂവ്മെന്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് ടു ബൈപോളാർ ബ്ലോക്സ്. നോൺ അലൈൻഡ് മൂവ്മെന്റ്, ചേരിചേരായ്മ പ്രസ്ഥാനം. ആൻഡ് ആൾട്ടർനേറ്റീവ് ടു ബൈപോളാർ ബ്ലോക്സ്, ഇരു ചേരികൾക്കും ഒരു
Bedel. These are the pictures of the leaders who introduced the concept of non-alignment in lieu of the capitalist bloc and the socialist bloc. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നാം കാണുന്നത് ഒരു ബൈപോളാർ വേൾഡ് ആണ്. അമേരിക്കയുടെ ലീഡർഷിപ്പിലുള്ള ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും USSRന്റെ ലീഡർഷിപ്പിലുള്ള സോവിയറ്റ് ബ്ലോക്കും നാം കണ്ടു. These are the pictures of the leaders who introduced the concept of non-alignment in lieu of the capitalist bloc and the socialist bloc. ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിനും സോഷ്യലിസ്റ്റ് ബ്ലോക്കിനും ബദലായി അല്ലെങ്കിൽ പകരമായി നോൺ അലൈൻമെന്റ് ചേരിചേരായ്മ എന്ന ആശയം മുന്നോട്ട് വെച്ച ചില ലോക നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്റ്റ്, മാർഷൽ ടിറ്റോ യുഗോസ്ലോവിയ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. ഈ നേതാക്കന്മാരുടെ പേരുകളും അവരേത് രാജ്യക്കാരാണെന്നും കുഞ്ഞുങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് നോൺ അലൈൻഡ് മൂവ്മെന്റ്? എന്താണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ many Asian, African and Latin American countries became independent. സെക്കൻഡ് വേൾഡ് വാറിനെ തുടർന്ന് പല ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയി. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്കറിയാമല്ലോ. They realized that the Cold War was yet another phase of imperialism and that it would threaten world peace. They realized that സെക്കൻഡ് വേൾഡ് വാറിനെ തുടർന്ന് ഇൻഡിപെൻഡന്റ് ആയ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ത് മനസ്സിലാക്കി? The Cold War was yet another phase of imperialism. കോൾഡ് വാർ എന്നത് ഇമ്പീരിയലിസത്തിന്റെ മറ്റൊരു രൂപമാണെന്നും and that it would threaten world peace. അത് ലോക സമാധാനത്തിന് ഒരു വെല്ലുവിളിയാണെന്ന് ഈ രാജ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. The liberated nations decided not to join any of the blocs and formed the non-aligned movement. The liberated nations, സെക്കൻഡ് വേൾഡ് വാറിനെ തുടർന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഡിസൈഡഡ് എന്ത് തീരുമാനിച്ചു? Not to join any of the blocs. ഇവിടെ സോവിയറ്റ് ബ്ലോക്കിലോ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലോ അവർ ജോയിൻ ചെയ്യുന്നില്ല. അതിന് പകരം they formed the non-aligned movement. അവർ നോൺ അലൈൻഡ് മൂവ്മെന്റിന് രൂപം നൽകുകയും ചെയ്തു. They understood that the rise of superpowers for weapons and a stronger military force would pose harm to them. They understood that അവരെന്ത് മനസ്സിലാക്കി? The rise of superpowers for weapons and a stronger military force. ആയുധങ്ങൾക്കും സ്ട്രോങ്ങർ മിലിറ്ററി ഫോഴ്സിന്റെ രൂപീകരണത്തിനുമായി ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള USA, USSR തമ്മിലുള്ള മത്സരം would pose harm to them. അവർക്ക് ഭീഷണിയായി തീരുമെന്ന് ഈ ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. They realized that only a world sans wars and conflicts accelerates economic and social development. They realized that അവരെന്ത് മനസ്സിലാക്കി? Only a world sans wars and conflicts. തർക്കങ്ങളും യുദ്ധങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തിന് മാത്രമേ ആക്സലറേറ്റ്സ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിനെ ത്വരിതപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. The idea of the non-aligned movement was mooted at a meeting held in Bandung in Indonesia in 1955. 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന മീറ്റിംഗിലാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. The first conference of the non-aligned countries was held in Belgrade in 1961. 1961 ബെൽഗ്രേഡിലാണ് നോൺ അലൈൻഡ് കൺട്രീസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ആ ഇയർ ഇമ്പോർട്ടന്റ് ആണ്, 1961.
Non-alignment doesn't mean to keep aloof from world affairs. Rather, it is to face many issues we confront. Jawaharlal Nehru said, indicating the objectives of the movement. Non-alignment മൂവ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറയുകയാണ് എന്ത്? Non-alignment doesn't mean to keep aloof from world affairs. Non-alignment എന്ന് പറഞ്ഞാൽ വേൾഡ് അഫേഴ്സ്, ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല. പിന്നെയോ rather it is to face many issues we confront. മറിച്ച് ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുക എന്നതാണ് നോൺ അലൈൻമെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നോൺ അലൈൻമെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നെഹ്റു പറയുകയാണ്. How did decolonization and Cold War led to the formation of non-aligned movement? ഡീകോളനൈസേഷനും കോൾഡ് വാറും എങ്ങനെയാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഫോർമേഷന് കാരണമായത്? അതിലേക്ക് വഴിതെളിച്ചത് എങ്ങനെ? ഇത് തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസർ അല്ലേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. Conduct a seminar on the topic the impacts of the Second World War on world history. Areas to be considered: liberation of Asian and African countries, non-aligned movement, Cold War. ഈ സെമിനാർ പേപ്പർ നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിന്റെ ബേസിസിൽ. വെസ്റ്റ് ഏഷ്യ. Today I came bearing an olive branch in one hand and the freedom fighters' gun in the other. Don't let the olive leaves fall from my hand. This is an extract from the speech delivered by the chairman of the Palestine Liberation Organization (PLO), Yasser Arafat, in the UN Assembly 1974. What would be the circumstances that prompted him to deliver such a speech? Today I came bearing an olive branch in one hand and the freedom fighters' gun in the other. Don't let the olive leaves fall from my hand. ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എന്റെ കൈകളിൽ നിന്നും നഷ്ടമാകാതിരിക്കട്ടെ. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ചെയർമാനായ യാസർ അറാഫത്ത് 1974 UN അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണിത്. What would be the circumstances that prompted him to deliver such a speech? അദ്ദേഹത്തെ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുവാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണെന്ന് നോക്കാം. Until the First World War, the territory including Palestine was part of the Turkish Empire. Until the First World War വരെ the territory including Palestine ഉൾക്കൊള്ളുന്ന territory was part of the Turkish Empireന്റെ ഭാഗമായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാർ വരെയും പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ടർക്കിഷ് എംപയറിന്റെ ഭാഗമായിരുന്നു. As Turkey was defeated in the war, Britain took over the region. ഫസ്റ്റ് വേൾഡ് വാറിൽ ടർക്കി പരാജയപ്പെട്ടതോടെ ബ്രിട്ടൻ took over the region. പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ആരുടെ നിയന്ത്രണത്തിന് കീഴിലായി? ബ്രിട്ടന്റെ നിയന്ത്രണത്തിന് കീഴിലായി. Since the Jews helped Britain in the war, the then British Foreign Secretary Arthur Balfour declared the establishment of a Jewish nation in West Asia as a reward. It is known as Balfour Declaration. Since the Jews helped Britain in the war, ഫസ്റ്റ് വേൾഡ് വാറിൽ ജ്യൂസ് യഹൂദർ ബ്രിട്ടനെ സഹായിച്ചതിന്റെ പേരിൽ the then British Foreign Secretary Arthur Balfour declared, അന്നത്തെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറിയെ ആർതർ ബാൽഫോർ എന്ത് ഡിക്ലെയർ ചെയ്തു?
The establishment of a Jewish nation in West Asia as a reward. ഒരു റിവാർഡ് എന്ന നിലയിൽ വെസ്റ്റ് ഏഷ്യയിൽ ഒരു ജൂയിഷ് നേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് ഡിക്ലെയർ ചെയ്തു. ഈ യുദ്ധത്തിൽ ജ്യൂസ് യഹൂദർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി വെസ്റ്റ് ഏഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറിയായ ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഫസ്റ്റ് വേൾഡ് വാർ വരെയും പലസ്തീൻ ഉൾക്കൊള്ളുന്ന ടെറിട്ടറി ടർക്കിഷ് എംപയറിന്റെ ഭാഗമായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിൽ ടർക്കി പരാജയപ്പെട്ടതോടുകൂടി ആ പ്രദേശം ബ്രിട്ടന്റെ അധീനതയിലായി. ഫസ്റ്റ് വേൾഡ് വാറിൽ ജ്യൂസ് ബ്രിട്ടനെ വളരെയധികം സഹായിച്ചു എന്നതിന്റെ പേരിൽ അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ അവർക്ക് സ്വന്തമായ ഒരു രാജ്യം അനുവദിക്കുമെന്ന്, ആർക്ക്? ജ്യൂസിന് സ്വന്തമായ ഒരു രാജ്യം അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഇത് ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നു. Zionism is an international movement with an objective of the establishment of a homeland for the Jews. Zionism is an international movement. Zionism എന്നത് ഒരു ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണ്. എന്തിനു വേണ്ടി ഫോം ചെയ്യപ്പെട്ടതാണ്? With an objective of the establishment of a homeland for the Jews. ജ്യൂസിന് ഒരു പ്രത്യേക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസം. We have already discussed the assault and cruelty of Hitler towards the Jews. ഫസ്റ്റ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ജ്യൂസും ഹിറ്റ്ലറിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തായിരുന്നു? The assault and cruelty of Hitler towards the Jews. യഹൂദന്മാരോട് ഹിറ്റ്ലർ നടത്തിയ ക്രൂരതകളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചുമൊക്കെ നാം ഡിസ്കസ് ചെയ്തതാണ്. This intensified the demand for a separate Jewish state. ജർമ്മനിയിൽ ജ്യൂസ് അനുഭവിച്ച ഈ നരകയാതന മൂലം അവർ ഒരു സെപ്പറേറ്റ് ജൂയിഷ് സ്റ്റേറ്റ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ജ്യൂസിന് സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തിന്റെ തീവ്രത കൂട്ടി. ഇത്തരം സംഭവങ്ങൾ ജർമ്മനിയില് ഹിറ്റ്ലർ നടത്തിയ മതപീഡനവും ജ്യൂസിനോട് സ്വീകരിച്ച ക്രൂരതകളുമെല്ലാം തന്നെയും ജ്യൂസിന് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ് വേണമെന്ന ആവശ്യത്തിന്റെ തീവ്രത കൂട്ടുകയും ചെയ്തു. In 1948 the nation Israel was formed. ഇങ്ങനെ 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. Consequently many wars broke out between Israel and the Arab nations. ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ ഉണ്ടായി. ഇസ്രായേൽ seized Palestine, expelling the Palestinians from their homeland. പലസ്തീനിയൻസിനെ അവരുടെ ഹോംലാൻഡിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇസ്രായേൽ പലസ്തീൻ പിടിച്ചെടുത്തു. The Palestinian refugees migrated to various Arab countries. പലസ്തീനിയൻ റെഫ്യൂജീസ്, ജന്മരാഷ്ട്രം അല്ലെങ്കിൽ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട പലസ്തീനിയൻസ് പല അറബ് നേഷൻസിലും പല അറബ് രാജ്യങ്ങളിലും അഭയം പ്രാപിച്ചു. In this context, with an objective of establishing a nation for the Palestinians, a movement called Palestine Liberation Organization or PLO was founded with Yasser Arafat as the president. In this context, ഈ പശ്ചാത്തലത്തിൽ with an objective of establishing a nation for the Palestinians, പലസ്തീനിയൻസിന് വേണ്ടി ഒരു രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓർ PLO എന്ന ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടു. യാസർ അറാഫത്ത് ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. പലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി യാസർ അറാഫത്ത് പ്രസിഡന്റായി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടു. അതിന്റെ പ്രസിഡന്റ് യാസർ അറാഫത്ത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. After a series of bloodsheds and massacres, Israel agreed in principle to recognize Palestine as a free nation.
നിരവധി രക്തച്ചൊരിച്ചിലുകൾക്കും കൂട്ടക്കൊലകൾക്കും ശേഷം പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുവാൻ ഇസ്രയേൽ തത്വത്തിൽ തയ്യാറായി. അതായത് ഇതിനെ തുടർന്ന് ഇസ്രായേൽ പലസ്തീൻ ക്രൈസിസിനെ തുടർന്ന് അവിടെ കൂട്ടക്കൊലകളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുവാൻ ഇസ്രയേൽ സമ്മതിച്ചു. This agreement mediated by the US is called the Oslo Pact 1993. USA മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ പാക്ട് അനുസരിച്ച് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുവാൻ ഇസ്രയേൽ അനുവദിച്ചു. ആ ഓസ്ലോ പാക്ട് 1993 ഇമ്പോർട്ടന്റ് ഇയർ ആണ്. USA മധ്യസ്ഥതയിലാണ് അത് സൈൻ ചെയ്യപ്പെടുന്നത്. But the provisions in the pact are yet be implemented. എന്നാൽ ഈ ഓസ്ലോ പാക്റ്റിലെ പ്രൊവിഷൻസ് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. Examine how imperialist interests caused the unrest in West Asia. സാമ്രാജ്യത്വ താൽപര്യങ്ങൾ വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷങ്ങൾക്ക് കാരണമായോ എന്ന് പരിശോധിക്കുക. ഈ ക്വസ്റ്റിന്റെ ആൻസർ വെസ്റ്റ് ഏഷ്യ അത് മൊത്തം എഴുതേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പയർ എ ന്യൂസ് ബുള്ളറ്റിൻ ഇൻകോർപ്പറേറ്റിംഗ് ന്യൂസ് ഓൺ കറന്റ് ഈവൻറ്റ്സ് ഇൻ വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യയായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പലസ്തീൻ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ നമ്മുടെ പത്രങ്ങളിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വായിച്ചു വെക്കുക.